ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ഏഞ്ചൽ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം. 23/1/2025 വ്യാഴാഴ്ച പാപ്പനൂർ കൂനേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പൂതനത്തിറയും നടക്കുകയുണ്ടായി. ആസ്വാദ ഹൃദയങ്ങളിൽ ഒരിടം പിടിക്കാൻ ഈ കലയ്ക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. എന്താണ് പൂതൻതിറയും എന്ന് നിങ്ങൾക്ക് പറയണ്ടേ? ഓക്കെ, എല്ലാവരും വീഡിയോയിലേക്ക് വരിക. കേരളത്തിൽ ഭാരതപ്പുഴയുടെ ഇരുകരകളിലുള്ള പ്രദേശങ്ങളായ പഴയ വള്ളുവനാടൻ പ്രദേശങ്ങളിലും കൊച്ചി രാജ്യത്തിന്റെ വടക്കു ഭാഗവും ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിൽപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള കാവുകളിലെ ഉത്സവങ്ങളോടുകൂടി ഭാഗമായി നടത്തിവരുന്ന ഒരു നാടൻ കലാരൂപമാണ് പൂതൻ തിറ. ഈ കലാരൂപത്തെ പൂതനും തിറയും എന്നും അറിയപ്പെടുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെടുന്ന മണ്ണാൻ സമുദായത്തിലെ ആണുങ്ങളാണ് പ്രധാനമായും തിറ എന്ന വേഷം കെട്ടിയാടാറുള്ളത്. ഉത്സവകാലമായാൽ പൂതനും തിറയും വീടുകൾ തോറും കയറിയിറങ്ങി തട്ടകവാസികളെ അനുഗ്രഹിക്കുന്ന ഒരാചാരമാണിത്. മഹാകവി ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് ഈ അനുഷ്ഠാനത്തോട് സാമ്യം പുലർത്തുന്ന കഥാതന്തുവാണ്. തെക്കൻ മലബാറിലെ മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ അനുഷ്ഠാന കലാരൂപമായ തിറയാട്ടവുമായി വള്ളുവനാട്ടിലെ പൂതൻ തിറയ്ക്ക് ബന്ധമില്ല കേട്ടോ. പുരാവൃത്തത്തിലെ ധാരികവധവുമായി ബന്ധപ്പെട്ടാണ് ഭഗവതി തിറയുടെ ഇതിവൃത്തം. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലത്താണ് മലബാറിലെ ക്ഷേത്ര കോലങ്ങൾ കെട്ടിയാടാറുള്ളത്. ദൈവങ്ങളുടെ കോലം ധരിച്ചു മനുഷ്യർ കെട്ടിയാടുമ്പോൾ ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയും അവിടെ കാണാൻ കഴിയും. എത്ര അന്യവൽക്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാലും മലബാറിലെ മറ്റു ചില തെക്കൻ ജില്ലകളിലും ഈ അനുഷ്ഠാന കല കൊണ്ട് ഉപജീവനം നടത്തുന്നവർ നിരവധിയാണല്ലേ. തലയിലെ കിരീടം, അതായത് മുടി, ഈ ദൈവകോലത്തിന്റെ ആകർഷണങ്ങളിൽ പ്രധാനമായ ഒന്നാണ്. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ ഉണ്ടാകുക. തിറ തലയിൽ വലിപ്പമുള്ള കിരീടമാണ് ധരിക്കുക. വലിപ്പം കൂടിയതിനാൽ തന്നെ മുടിയുടെ രണ്ടറ്റങ്ങളിലും ഓരോ മുണ്ടിന്റെ ഓരോ അറ്റം ബന്ധിപ്പിച്ച് മറ്റേ അറ്റങ്ങൾ കൈകളിൽ പിടിച്ച് തുലനം ചെയ്തുകൊണ്ടാണ് നൃത്തം ചെയ്യുക. പൂതത്തിന്റെ തലയിൽ കുട്ടികളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഉന്തി നിൽക്കുന്ന നാക്കും ഉണ്ടക്കണ്ണുകളും ഉണ്ട്. മുഖംമൂടിയോടുകൂടിയ കിരീടമാണ് ഉണ്ടാവുക. തിറ കാളിയെയും ഭൂതം ഭൂതഗണങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. പാരമ്പര്യമായി ക്ഷേത്രത്തിൽ മാത്രം ചെയ്തു വരുന്നവയാണിവ. അതിവേഗതയിലുള്ള ചുവടുകളാണ് ഇവരുടെ എടുത്തു പറയേണ്ട സവിശേഷത. മേളക്കാരുടെ താളത്തിനൊപ്പം മുടിയുമായി കെട്ടിയാട്ടക്കാരൻ നിറഞ്ഞാടുമ്പോൾ പൊട്ടിപ്പാറുന്ന പ്രകടനം തന്നെ കാണാനാവും. എന്നാൽ കഴിയുന്ന ചുവടുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് പകർന്നു നൽകിയിട്ടുണ്ട് കേട്ടോ. ഓരോ കാഴ്ചക്കാരനും ഹൃദ്യമായ ആവേശം ഉണർത്താൻ ഈ ചുവടുകൾക്കായി എന്ന് തന്നെ വേണം പറയാൻ. ഈ അനുഷ്ഠാന കലകൾ ഒരിക്കലും അന്യം നിന്ന് പോകില്ല. ഇത്തരം കലാകാരന്മാരും സംഘവും ഉള്ളപ്പോൾ ജാതി ഭേദമില്ലാതെ തന്നെ സ്വീകരിക്കപ്പെടുന്നവരാണ് ഈ തെയ്യങ്ങൾ. ഓരോ തെയ്യക്കോലങ്ങളും ഓരോ സമൂഹത്തിനെ അടയാളപ്പെടുത്തുമ്പോൾ അത് സംരക്ഷിക്കുന്ന ഉദയം കലാസംഘടനയും നാം ഈ സമയം സ്മരിക്കേണ്ടിയിരിക്കുന്നു. ഉദയം കലാസമിതിക്ക് എല്ലാ ഭാവുകങ്ങളും കലാകാരന്മാരും വാനോളം ഉയർന്ന് പ്രശസ്തയാർജിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നതിന് മുന്നേ ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, താങ്ക് യു.